ഹലോ, നമ്മൾ ഇന്നൊരു കുട്ടി കണ്ണാടിയായിട്ടാണ് വന്നത്. ഇത് വെച്ചിട്ട് ഞാനൊരു കുട്ടി വാൽക്കണ്ണാടിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു ചെറിയൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ കണ്ണാടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഷേപ്പിൽ വാൽക്കണ്ണാടീൻ്റെ രൂപത്തിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ആ കണ്ണാടി ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഏത് ഗ്ലൂ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഫെവിക്കോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഗ്ലൂ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കവറിൻ്റെ ഉള്ളിൽ 2 ടൈപ്പ് ക്ലേ ആണ് വരുന്നത്. അത് രണ്ടും മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് ടാൽക്കം പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ക്ലേ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി ആ കണ്ണാടിക്ക് ചുറ്റും ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റോൾ ചെയ്തെടുത്ത ക്ലേ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 3 ലെയറായിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എവിടേക്കോ എന്തൊക്കെയോ ഒന്ന് കൊളായിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തായാലും ലെയറായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഷേപ്പില്ലാണ്ട് ചെരിഞ്ഞിട്ടൊക്കെയാണ് നിൽക്കുന്നുണ്ടായത്. അപ്പോൾ ഞാൻ വെള്ളം യൂസ് ചെയ്തിട്ട് അവിടെയൊക്കെ ഒന്ന് സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. വെള്ളം യൂസ് ചെയ്ത് സ്മൂത്താക്കി എടുക്കുമ്പോഴേക്കും നമ്മൾ ഒട്ടിച്ചെടുത്ത ലെയറൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി വേറൊരു ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇതിലേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റീഫിലർ എടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ഇതുപോലെ ഒന്ന് റീഫിലർ യൂസ് ചെയ്തിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയത് മുട്ടുസൂചിയാണ്. അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെരിച്ചിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും റീഫിലർ യൂസ് ചെയ്തിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ പിടിഭാഗത്ത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ പിൻ യൂസ് ചെയ്തിട്ട് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ലൈൻസ് ഇട്ട് കൊടുത്തതിൻ്റെ 2 വശത്തും ചേർച്ചിട്ട് ഇതുപോലെ ചെറിയൊരു ലൈൻസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ലേ. വീണ്ടും റീഫിലർ യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ട് അതും ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഗോൾഡൻ കളർ പെയിൻറ്റ് ഇതിലേക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കുട്ടി വാൽക്കണ്ണാടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ കമൻറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. എല്ലാവരും സേഫായിട്ടിരിക്കുക, ക്രിയേറ്റീവായിട്ടിരിക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കൂട്ടുകാരെ. ബൈ.